റെഡിയാണോ? ബ്രോ റെഡിയാണോ? എൻ്റെ പൊന്നു ബ്രോ ഇങ്ങനെ മാന്തി പൊളിക്കല്ലതാ, ഇങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ ഹായ് ഗൈസ്, കപ്പിൾ തുപ്പൻ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലയായ കാക്കത്തോപ്പിൽ സിൽവസ്റ്റർ കോട്ടേജിൽ ആഞ്ചലോസ് ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായ ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഞണ്ട് കറിയുടെ മണം ഇപ്പം തന്നെ നമുക്ക് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആഹാ, ഇന്നിവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുകയാണ്. അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ റെഡിയല്ലേ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയായി ആഞ്ചലോസേ കാര്യങ്ങൾ? ഏതാണ്ടൊക്കെ ഒതുക്കിയിട്ടുണ്ട് അച്ചോ. ഒന്ന് രണ്ടാക്കത്തിരി പൈസ കൊടുക്കാണ്ടായിരുന്ന അതൊക്കെ കൊടുത്ത. പിന്നെ നാളത്തെ കാര്യം അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. ഓർമ്മിപ്പിക്കാൻ എന്തിരിക്കുന്നു? ഞാനങ്ങ് വരില്ലേ? അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? കരയടക്കി അങ്ങ് വിളിച്ചിരിക്കുകയാണോ? ഇല്ല അച്ഛാ, വേണ്ടപ്പെട്ടെ ഒന്ന് രണ്ടാളെ വിളിച്ച അത് മതി. ഇനിയിപ്പോൾ അതിന് കടം വാങ്ങാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ ആര് തരാനച്ചോ? എന്നാ പിന്നെ ഞാൻ ഓ ശരി. ക്ലീറ്റസാ ഇതെത്രയാ? 100. ഇതിഞ്ഞെടുത്തേര്. ഡാ, നിന്റെ അപ്പാപ്പൻ എന്ത് ചെയ്യടാ? അപ്പാപ്പൻ വീട്ടിലുണ്ട്. പള്ളിക്കൂടത്തിൽ പോയില്ലേ? ഇന്ന് ലീവാ. പോവാ, ടാറ്റ. ആ ആ തന്താനേ താനാനേ താനാനേ തന്താനേ തന്താനേ താനാനേ താനാനേ തന്താനേ. കടലാണ് വയറെന്ന് ചൊല്ലി എന്നെന്നമ്മ, കടലോളം വയറൂട്ടി എന്നമ്മ കടലമ്മ. ഇനി സ്കൂളിൽ പോകുന്നില്ലെന്നാ സാറേ ഇവള് പറയുന്നേ. പിന്നെ സ്കൂളിൽ പോകാതെ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നാൽ മതിയോ? മതിയോ സോണി? സ്കൂളിൽ പോകണം, മിടുക്കിയായിട്ട് പഠിക്കണം. നമുക്ക് പഴയതുപോലെ ആകണ്ടേ? എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആരെങ്കിലും ശല്യപ്പെടുത്തുകയോ മറ്റോ ചെയ്താൽ ഉടനെ ഞങ്ങളെ വിളിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകില്ല. കേട്ടോ സോണി? ഇതെൻ്റെ അപ്പനാ സാറേ. ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ, കേട്ടോ?
ഈ റീനയുടെ വീട്ടിലെ കേസും പ്രശ്നമൊക്കെ തീർന്നല്ലേ? പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ഇനി വേറെ വല്ല സെറ്റപ്പ് ആണോ? മാര് വർത്താനം പറയല്ലോ കേട്ടല്ലോ. അയാൾ ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ അറിയാനും അതിനെ നേരെയാക്കാനൊക്കെ വരുന്നേ ഒരു സെറ്റപ്പ് വരാൻ വന്നേക്കും. ഹലോ, ആ ലോഡ് വന്നോ? ഞങ്ങൾ വരുന്നു. ഡേ ഉടൻ ലോഡ് വന്നു. പെട്ടെന്നോ. ഇവിടെ നിന്നിട്ട് എന്താ ഉണ്ടാക്കാനാ? നാമേ ആ ആന്ത്രോസിന് തേടി. രാവിലെ അങ്ങോട്ട് വരുവാന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാണല്ലേ? അതെ, എന്നാ ഞാൻ കണ്ടോളാം. ഓ വേണ്ടേ, നിങ്ങൾ തിരക്കി ആള് വന്നിരിക്കുന്നു. ഞാൻ അന്വേഷിച്ച് വീട്ടിൽ വന്നായിരുന്നു. നീ പോയി ചായ ഇട്. വേണ്ട ആലീസേ, റീനയുടെ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാ വന്ന്. ആ പണി അടക്കട്ട്. ഓ ആ ആലീസേ, കാലത്തെ തന്നെ എത്തണേ. കാലത്തോ? ഞങ്ങൾ വൈകിട്ട് തന്നെ അങ്ങ് വരാനിരിക്കുക. ആ നീ ഇത് വൈ. വേണ്ടപ്പാ. ആ വെയ്ടാ. അത്യാവശ്യത്തേക്കുള്ള കാശേ എൻ്റെ ഉണ്ടേ, നീ ഇതെടുത്ത് വയ്യേ. പിടിയപ്പാ, ഇന്നലെ ബാങ്കിൽ നിന്ന് പൈസ വന്നു 10 ലക്ഷം. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റൂടാ. ആ നെല്ലുമുക്കില് 2 സെന്റ് വസ്തുവും 3 മുറി വീടും കിട്ടിയ, അതും 10-37 കിലോമീറ്റർ അകലെയടാ. പക്ഷേ എങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ എന്തോ ചെയ്യും? വള്ളവും വലയും കൊണ്ട് കടലും വെള്ളമില്ലാത്ത നാട്ടിൽ പോയിട്ടെ എന്തുണ്ടാക്കാനാ? ആ 10 ലക്ഷം പോലും എനിക്ക് അത് കിട്ടത്തില്ലല്ലോ തോമസേ. തോമസേ, പണ്ട് ഞാനേ കടലിൽ പോക്കൊക്കെ നിർത്തി സമരം ചെയ്യാൻ പോയപ്പോൾ ഉള്ള അവസ്ഥ വല്ല ഓർമ്മയുണ്ടേ? എന്ത് ചോദ്യടാ, ഓർമ്മയുണ്ടെന്ന്. ആദ്യമേ ബോട്ടുകളുടെ ട്രോളിൽ നിർത്താനായിട്ട്, പിന്നെ കടലിൽ കയറി 100-500 വീടെടുത്തോണ്ട് പോയപ്പോ, പിന്നെ കടലിൽ പാറയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴേ കടൽ നശിച്ച. ഇവിടെയുള്ള കുറെ മീൻ ചാകുകയോ കാണാതാകുകയോ ചെയ്ത. ആ സമരങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിലേ വിൽക്കാൻ പോയിട്ട് കൂട്ടാൻ പോലും മീൻ കിട്ടത്തില്ലായിരുന്ന. മീൻ തിരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഒരു പഴയ കാര്യം ഓർമ്മ വന്നേ. പണ്ട് നമ്മുടെ മേരിക്കുട്ടിക്ക് പച്ചമീൻ കൂട്ടി ചോറ് തിന്നാൻ മോഹം. മോഹം എന്ന് പറഞ്ഞാലേ ഒടുക്കത്തെ മോഹം. ഞാൻ കടപ്പുറത്ത് കൂടെ നടന്നു, പലയിടത്തും നോക്കി. എവിടാ കയ്യും വീശി കിടക്കണ വേറെ ചൂണ്ടക്കാർ മാത്രം. നേരം ഇരുട്ടി, എനിക്കങ്ങ് വിഷമായടാ. ഞാനങ്ങ് നേരെ തെക്കോട്ട് നടന്ന്
മൂത്രച്ചിപ്പാന്റെ മുമ്പിൽ ചെന്ന് കിഴക്കോട്ട് നോക്കി നിന്ന്. പണ്ട് ഈ മൂത്രച്ചിപ്പാന്റെ തടങ്ങുന്നേ ഒരുപാട് മീൻ ഞാങ്ങ പിടിച്ചിട്ടുണ്ട്. അതുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേ വലിയൊരു കൊടുവാമീൻ വെള്ളത്തിന്റെ മേളിൽ നിന്നൊരു ചാട്ടം. എന്തിനാ? ചെറിയ മീനുകളെ പിടിക്കാൻ. അതിന്ന് രക്ഷപ്പെടാൻ വന്ന ഒരു ആനവലാഞ്ചി കുട്ടി എന്റെ കാലിൻ്റെ അടുത്ത് വന്ന് വീണ. അന്ന് രാത്രി ഉണ്ടമുളക് വറുത്തരച്ച് ഞാനും മേരിയും ചോറുണ്ട്. അതിൻ്റെ രുചിമണമേ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടേ. അവളങ്ങ് പോയെങ്കിലും അതൊക്കെ മറക്കാൻ പറ്റുമോ കൂട്ടേ? അപ്പം മുഴുവൻ കരിഞ്ഞില്ല സിനിമേ. ഞാനുണ്ടാക്കാം, നീ അങ്ങോട്ട് മാറിയിരി. വേണ്ട ചേച്ചി, ഞാൻ ചുട്ടോളാം. ചേട്ടാ റെഡിയല്ലേ? അഞ്ചല ചേട്ടൻ റെഡിയാണ്. നമുക്ക് ആദ്യം ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ചേട്ടാ, എന്താണ് ചേട്ടൻ്റെ പ്രൊഫഷൻ, അതായത് ജോലി? ക്യാമറയിലോട്ട് നോക്കി പറയാമോ? മീൻ പിടുത്താം, അല്ലാതെന്തുവാ? ഇപ്പം ഇല്ല കേട്ടോ. അതെന്താ ചേട്ടാ, പ്രായമായതുകൊണ്ടാണ്? പ്രായമേ മരയ്ക്കാൻ മനസ്സാ പ്രായം. 12 വയസ്സ് മുതൽ കടലിൽ പണിയെടുത്ത് തുടങ്ങിയതാ. വല നെയ്യും, കമ്പാവലിക്കും, അപ്പൻ്റെ കൂടെ കട്ടവരത്തി പോയി തുടങ്ങി. വലുതായപ്പോഴേ ഒറ്റയ്ക്ക് കട്ടമരത്തി ചൂണ്ടയ്ക്ക് പോയതാ. കണ്ടമാനം മീനായിരുന്നു അന്നൊക്കെ. അതെന്താ ചേട്ടാ, ഇപ്പൊ കടലിൽ മീനില്ലേ? ചൂരയും ചാളയല്ലാതെ വേറെ ഏതെങ്കിലും മീൻ താൻ കണ്ടിട്ടുണ്ടേ? താൻ കണ്ടിട്ടുണ്ടേ? വളയോട്, പെരുവറ്റ, മദനം, കൊളഞ്ചായ്, കൊടുവ, ചെങ്കര, വലാഞ്ചി, ഓലത്തള, പരവ, ഈ മീനെല്ലാം ഇഷ്ടം പോലെ കിട്ടിയിരുന്ന കടലും കടപ്പുറവും. ഇപ്പം എന്തുകൊണ്ട് മക്കളെ, ഈ പാരെന്ന് കേട്ടിട്ടുണ്ടോ? പാര്. കടലിനുള്ളിലെ പാറക്കൂട്ടങ്ങളാ ഈ പാരെന്ന് പറയുന്നത്. അതിൻ്റെ വിടവുകളിലാണ് ഈ മീനുകളൊക്കെ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങൾ വളരുന്നതും. വലിയ വലിയ ട്രോളിംഗ് ബോട്ടുകൾ കൂട്ടത്തോടെ വന്ന് കടലിൻ്റെ അടിത്തട്ട് ഇളക്കി മറിച്ച് പാരിനെ മൊത്തം നശിപ്പിക്കും. മുട്ട അടക്കം വാരിക്കൊണ്ടുപോയേ പിന്നെങ്ങനെ കടപ്പുറത്ത് മീനുണ്ടാകുന്നേ? എന്നെപ്പോലുള്ളവർക്ക് പിന്നെ എങ്ങനെ മീൻ കിട്ടാന് പറേ? ഭയങ്കരമായ കടപ്പുറമല്ലായിരുന്നാ ഇത്? ഇവിടങ്ങളിലൊക്കെ ഒരുപാട് കമ്പാവലിക്കാരുണ്ടായിരുന്നു. കടലിലെറിഞ്ഞ വലയെ ഞങ്ങളൊക്കെ കൂട്ടത്തോടെ നിന്ന് വലിച്ചു കയറ്റും. ജീവിക്കാനുള്ള കാശും കറിക്കുള്ള മീനും കിട്ടും. തങ്കശ്ശേരി പുലിമുട്ട് വന്നപ്പോഴേ കടലിഞ്ഞ് ഇരച്ചു കയറുമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വള്ളവും വലയും കാട്ടമരവും കുടിലും എല്ലാം കടലെടുത്ത. പിന്നെ നമ്മൾ എന്താ പണിക്ക് പോവാനാ? കമ്പാവലിക്കാരും പണി നിർത്തി. ഇപ്പൊ കുറച്ച് പേര് അപ്പുറത്ത് അങ്ങേ കരയ്ക്ക് പോയി കമ്പ വലിക്കുന്നുണ്ട്. അവിടെ ചെന്ന് നിന്നാൽ വല്ലപ്പോഴും കറിക്ക് എന്തെങ്കിലും കിട്ടും. അധികാരികളും അറിവുള്ളവരും പഠിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നേ. ചേട്ടാ കൂൾ, മനസ്സിലാവുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് ഒരുപാട് വേറെ വിശേഷങ്ങൾ അറിയാനുണ്ട്. ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? കുടുംബം
ഭാര്യ മേരി അവൾ നേരത്തെ പോയി. അതവളുടെ ഭാഗ്യം. 2 പെൺകുട്ടികളാണ്, റീനയും സീനാമ്മയും. ഇളയാളും കുട്ടിയുമാ കൂടെ ഉള്ള ഇപ്പം. ഇതോ അവിടെ ആയിരുന്നു എൻ്റെ സ്വന്തം വീട്. ഇവിടെ നമ്മൾ വാടകയ്ക്കാ. മരുമോനും മൂത്ത കൊച്ചും കൂടെ ഒരു ദിവസം അകത്ത് കിടന്നുറങ്ങുമ്പോഴേ കടൽ കയറി വന്ന് കൊച്ചിനെയും തന്തയും വീടും എടുത്തോണ്ട് പോയാ. വീട് മൂത്ത മോളുടെ പേരിലായിരുന്നുണ്ടേ. സർക്കാരിൻ്റെ ഫ്ലാറ്റ് അവൾക്ക് കിട്ടി. അവളുടെ കാര്യം പരമ കഷ്ടമാണ്. അവളുടെ കെട്ടിയവൻ തിരുവനന്തപുരത്ത് സമരത്തിന് പോയന് ജയിലിൽ കിടക്കുക. ഒരു പെൺകൊച്ചുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുക. ഒരു ദിവസം രാത്രി കുറേ പോലീസുകാർ വീട്ടിനകത്ത് കയറി അവളുടെ ബാഗ് പരിശോധിച്ച അതിനകത്ത് കഞ്ചാവും കുറേ രൂപ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ചികിത്സയും കേസും എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ട്. വളരെ ദുർഘടം പിടിച്ച ടെറിഫിക് ആയിട്ടുള്ള വഴിയിലൂടെയാണ് ചേട്ടൻ്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ എപ്പിസോഡ്. ചേട്ടാ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് ചേട്ടൻ്റെ വിശേഷങ്ങൾ? പെരുന്നാൾ ഇന്ന് ഞങ്ങൾ ഉടന്ന് പോകുക മക്കളെ. ഇറങ്ങിക്കൊടുക്കണം. ഇതിലെ വലിയ റോഡ് വരാൻ പോവുക. സ്വന്തമായി വീടുള്ളവർക്ക് സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കും. എനിക്കത് കിട്ടില്ല. എൻ്റെ അപ്പനും അമ്മച്ചും ജനിച്ച മണ്ണ. എവിടെ പോയി എന്ത് ചെയ്ത് ജീവിക്കണമെന്ന് ഒരു പിടിയുമില്ല. ഓടക്കോട്ട് നീണ്ടു കിടക്കുകയല്ലേ റോഡ്. സത്യം പറഞ്ഞ ഇപ്പോൾ റോഡൊന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ സാറേ, പേടിയാ. ഇതൊക്കെയാ എൻ്റെ വിശേഷങ്ങൾ. കടലാണ് വയറെന്ന് ചൊല്ലി എന്നെന്നമ്മ. കടലാണ് വയറെന്ന് ചൊല്ലി എന്നെന്നമ്മ. കടലാണ് വയറെന്ന് ചൊല്ലി എന്നെന്നമ്മ. കടലാണ് വയറെന്ന് ചൊല്ലി എന്നെന്നമ്മ. കടലോളം വയറൂട്ടി എന്നമ്മ കടലമ്മ. കടലോളം വയറൂട്ടി എന്നമ്മ കടലമ്മ. കടലോളം വയറൂട്ടി എന്നമ്മ കടലമ്മ. കടലോളം വയറൂട്ടി എന്നമ്മ കടലമ്മ.